ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാൻ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനും അശ്വതേച്ചി കൂടി എങ്ങോട്ടാണ് ഈ മാറ്റി പിടിച്ചുള്ള പോക്കെന്നല്ല അറിയേണ്ടത്. ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം കാണാനാ പോകുന്നത് കേട്ടോ. ഇത് ഇന്നൊന്നിലും പോയതൊന്നുമല്ല, ഇപ്പൊ ദൃശ്യത്തിന്റെ ടൈമും കഴിഞ്ഞിട്ടോ ഇവിടൊക്കെ. അപ്പോ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. കാരണം സൗണ്ട് നിങ്ങൾക്ക് അറിയാലോ, സൗണ്ട് ഒന്നും ശരിയായിരുന്നില്ല. പാറപ്പുറത്ത് ചിരട്ടിട്ട പോലെ സൗണ്ടോ, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടടപ്പും എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു ഏകദേശം സമയം കിട്ടിയപ്പോഴാണ് ഞാൻ സൗണ്ടും റെഡി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ട് ഒക്കെ റെഡി ആയോ എന്ന് വെച്ചിട്ട്. അപ്പോ സൗണ്ട് ഒക്കെ ഏകദേശം ഇപ്പത്തെ കണ്ടീഷനിൽ സൗണ്ട് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണ് കാണാൻ വന്നത്. 7:10 ഷോ കേട്ടോ. നമ്മളാണ് 6:30 ഇവിടെ തന്നെ എത്തി. കാരണം നമ്മൾ എല്ലാ തവണ ഇവിടെ എത്തുമ്പോഴേക്കും ഒന്നെങ്കിലും ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എപ്പോഴും ധൃതി പിടിച്ച് ഓടി വരാറാ ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ തന്നെ വന്നു. കാരണം ഞായറാഴ്ചയാണ്. പിന്നെ ഒന്നാമത് കുറച്ച് വായനോട്ടം നടക്കണം. പിന്നെന്താ, നമുക്ക് അവിടെ ഇവിടെയൊക്കെ കയറിറങ്ങി നടക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് നേരത്തെ വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് അറിയാലോ. അപ്പൊ കുറെ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കൊച്ചിന് മാക്സിൽ കയറാം, രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ നോക്കാന്ന് വിചാരിച്ച് മാക്സ് കയറി കേട്ടോ. അങ്ങനെ അശ്വതിച്ച് രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ ഇവിടെ കിടന്ന് പട്ടിഷോ കാണിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോയി നോക്കിയിട്ട് അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ചുമ്മാ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ല. കാരണം നമുക്ക് സാലറി കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് മുന്നിലുള്ള ചുമ്മാ ഒരു ഇറങ്ങിയതാണ് ഫിലിം കാണാന്നുള്ളതിൽ കേട്ടോ. അല്ലാതെ നമ്മൾ പർച്ചേസിങ് എന്നുള്ളതിന് വേണ്ടി മാത്രം ഇറങ്ങിയതൊന്നല്ല. ജസ്റ്റ് അശ്വതിച്ച് നാളെ വീട്ടിൽ പോകണം, അതുകൊണ്ട് കൊച്ചിന് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങണം, അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മെയിൻ ഐറ്റത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫിലിം തുടങ്ങണേക്കാളും മുന്നേ നമുക്ക് ആദ്യം വയറ് നിറക്കണം ഗൈസ്. അതാണ് ഞങ്ങളെ മെയിൻ ഹോബി കേട്ടോ. ഫിലിം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, അപ്പോഴേക്കും ഞങ്ങള് കൊണ്ടുപോയി സാധനം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോ നമ്മള് കയറി ഇരുന്ന് ഫിലിം ഒക്കെ കണ്ടു കേട്ടോ. അപ്പൊ ബ്രേക്കിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. എന്തൊക്കെയാണ് പുറത്തെ അവസ്ഥകൾ നമ്മൾ കാണണമല്ലോ. അങ്ങനെ പുറത്തിറങ്ങി കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും ഉള്ളിലോട്ട് കയറുവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അശ്വതിച്ച് നന്നായി വെൽക്കം ചെയ്യണം. അശ്വതിച്ച് പാവം വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുവാണ് കേട്ടോ. കയറി വരാൻ പറഞ്ഞിട്ട് വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ വാ കയറി വാ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളതാ നേരെ വീണ്ടും കയറിട്ടോ. ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞു, നമ്മള് ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. ഇറങ്ങിയപ്പോ പുറകിലേക്ക് ആളെ കണ്ടോ, നമ്മളെ സ്വന്തം ഉണ്ണിമേനൻ സാർ. അങ്ങനെ പുള്ളിനെയും കണ്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ കണ്ട് കീച്ചി ഗൈസ്. കാരണം നമ്മളെ ഒരു സെലിബ്രിറ്റി അല്ലേ. പിന്നെ കുറെ നേരം സാർ സംസാരിച്ചിട്ടോ, നാട്ടിൽ എവിടെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിലിം കണ്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. പോകുമ്പോ ഇവിടെ നിറയെ ജനമായിരുന്നു കേട്ടോ. ഇറങ്ങി വരുമ്പോ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഗൈസ്. അതുകൊണ്ട് എന്താ, വരുമ്പോ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ചടപ്പ്. പക്ഷെ ആളില്ലാത്ത നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ അവിടെ എടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. നേരെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി ഗൈസ്. ഇനി അടുത്തത് നമുക്ക് ഫുഡ് കഴിക്കണം. എന്ത് കഴിക്കും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഓർത്ത് നമുക്ക് എന്തായാലും ഷവർമ്മ കഴിക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കാരണം 7:10 ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ 10:30 ആയിക്കണേ, നമുക്ക് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൽ കയറണം. അപ്പൊ അതിനുള്ളൊരു ടൈമും ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നേരെ സൈക്കിളിലോട്ട് വെച്ച് പിടിച്ചേട്ടോ. സ്റ്റെപ്പൊന്നും കയറാൻ വയ്യ ഗൈസ്. അതും നേരെ വിട്ടത് ലിഫ്റ്റിലോട്ട് കേട്ടോ. ലിഫ്റ്റിലെത്തി നേരെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഷവർമ്മ ഓരോ പ്ലേറ്റ് വാങ്ങാന്നാണ് കേട്ടോ. അങ്ങനെ ഷവർമ്മ ഓർഡർ ചെയ്യാൻ, വേറെ കാര്യങ്ങളൊന്നും നോക്കണം, നമുക്ക് മെനു കാർഡ് ഒന്നും ചെക്ക് ചെയ്യണ്ടല്ലോ. ജസ്റ്റ് പറയാ, വാങ്ങുക, കഴിക്കുക, അത്രേ. അതുകൊണ്ട് ഞങ്ങള് മെനു കാർഡ് ഒന്നും നോക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് വെയിറ്റർ പറഞ്ഞത്, അയ്യോ ഷവർമ്മ ഇല്ല കേട്ടോ, എന്നാ ചെയ്യും. അപ്പൊ പിന്നെ നമ്മൾ അടുത്തത് നമ്മളെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം എന്താ, ബാർബിക്യൂ, പിന്നെ ഒരു പനീർ കുൽച്ച അല്ലെങ്കിൽ ഒരു മസാല കുൽച്ച, റൊട്ടി, നാന, ആ ഐറ്റം. അത് നമ്മൾ എവിടെ പോയാലും എത്ര മെനു കാർഡ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തിൽ ഈ ഒരു മെനുവിലോട്ടാണ് കേട്ടോ, ഈ ഒരു ഐറ്റം വാങ്ങലാണ്. അങ്ങനെ ഓക്കെ, വെയിറ്റർ വന്നപ്പോ നമ്മൾ ഓർഡർ ചെയ്തത് സെയിം സാധനം. കുറെ നേരം മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നോക്കിട്ടോ. മോശല്ലേ, നമ്മള് നോക്കാതിരിക്കുമ്പോ നമ്മൾ മുന്നിൽ കൊണ്ട് തരുമ്പോ ജസ്റ്റ് നോക്കണല്ലോ. പക്ഷെ ഇതൊക്കെ നോക്കിയാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന മൂന്ന് ഐറ്റം നമുക്ക് ആദ്യം അറിയാലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തട്ടോ. നമ്മളെ ബാർബിക്യൂ ഓർഡർ ചെയ്തു. പിന്നെ അശ്വതേച്ചി പനീർ കുൽച്ച, ഞാൻ മസാല കുൽച്ച വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റ് കിട്ടും. ഇതിന്റെ മുന്നേ നമ്മൾ സൈത്തൂണിൽ കഴിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വേറെ സൈത്തൂണുണ്ട്. അവിടെ പോയി കഴിച്ചപ്പോ എനിക്ക് വലിയ താല്പര്യം തോന്നില്ല കേട്ടോ. ഒരു ഇഷ്ടം തോന്നില്ല കേട്ടോ, സത്യം പറയാലോ. പക്ഷെ ഇവിടുന്ന് കഴിച്ചപ്പോ എന്റെ ഗൈസ് ഒന്നും പറയില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഓരോ ഐറ്റംസ് വാങ്ങി, മസാല കുലിച്ചും പനീർ കുലിച്ചും വാങ്ങിച്ച് കഴിച്ചു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പോക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ ഗൈസ്, നമ്മളെ മെയിൻ ഐറ്റം കോഴിക്കാലാണ് കേട്ടോ. എവിടെ പോയാലും എത്ര വലിയ പീസ് ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു കാലിക നമ്മളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. എത്ര ഉണ്ടായി കഴിഞ്ഞാലും കാലൊന്ന് കഴിക്കണം ഫസ്റ്റ് തന്നെ. അങ്ങനെ മസാല കുലിച്ച എടുത്ത് നമ്മൾ കോഴിക്കാലും എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഗൈസ്. സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. വിശപ്പുണ്ടാണോ എന്താന്ന് അറിയത്തില്ല,
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി നമുക്ക് നേരെ ഊബർ ബുക്ക് ചെയ്യണം, തിരിച്ചു പോകണം കേട്ടോ. അതുകൊണ്ട് പടപടപടാന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. വീഡിയോ ഞാൻ അവിടെ ഓൺ ചെയ്ത് തന്നെ വെച്ചു. കാരണം മിസ്സാവരുത്, നിങ്ങൾ കാണണം ഞാൻ കഴിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിതാ കോഴിക്കാലും കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ചു ഗൈസ്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? കാരണം നമ്മളൊരു മനസ്സിലൊരു ഐറ്റം പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മെനു കാർഡ് തപ്പിത്തരഞ്ഞ് നോക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. എത്ര പല ഡിഷും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അതിലോട്ട് എത്തുമ്പോ ഉണ്ടല്ലോ, ആ ഒരു സാധനം തന്നെ വാങ്ങി കഴിക്കുള്ളൂ അല്ലെ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? കാരണം നമ്മൾ മെനു കാർഡ് ചുമ്മാ അരിച്ചു പെറുക്കും, ലാസ്റ്റ് എത്തല സ്ഥിരം മെനുവിലോട്ട് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോ നമ്മൾ സ്റ്റെപ്പ് പറയും. കാരണം പോകുമ്പോ ലിഫ്റ്റിലെ കയറിയത്, വരുമ്പോ കഴിച്ച കഴിച്ചതെങ്കിലും ദഹിക്കണ്ടേ. അപ്പൊ അതൊന്നും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ വിട്ടു, വണ്ടി കിട്ടി നേരെ പോവുകയാണ് കേട്ടോ. വൈകിട്ട് രാത്രി ആയതുകൊണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോ ഇത്രയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ.